ഷിരൂരിൽ തിരച്ചിലിന്റെ 9ാം നാൾ അർജുന്റെ ലോറി കണ്ടെത്തി. ഗംഗാവലി പുഴയോട് ചേർന്ന് അർജുന്റെ ട്രക്ക് കണ്ടെത്തിയതായി സ്ഥിരീകരിച്ച് കർണാടക സർക്കാർ. നാളെയോടുകൂടി രക്ഷാപ്രവർത്തനം പൂർത്തിയാകുമെന്ന് കാർവാർ MLA സതീഷ് സെയ്ൻ. റോഡിൽ നിന്ന് 20 മീറ്റർ അകലെ 15 മീറ്റർ താഴ്ചയിൽ ലോറിയെന്ന വിവരം. നിപ വൈറസ് പരിശോധനയിൽ 16 സ്രവ സാമ്പിൾ കൂടി നെഗറ്റീവ്. ഇതുവരെ നെഗറ്റീവായത് 58 സാമ്പിളുകൾ. മഞ്ചേരി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലായി ആകെ 21 പേർ ചികിത്സയിൽ. ഇവരിൽ 17 പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർ. പുതിയതായി സമ്പർക്ക പട്ടികയിലുള്ളത് 12 പേർ. ആകെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം 472 220 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ. ആലുവ കരുമല്ലൂരിൽ കാർമൽ സെമിനാരിയിലെ 4 വൈദിക വിദ്യാർത്ഥികൾക്ക് H1N1 സ്ഥിരീകരിച്ചു. 4 പേരും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. സെമിനാരിയിലെ ബാക്കിയുള്ളവർ നിരീക്ഷണത്തിൽ. പ്രതിരോധ മാർഗങ്ങൾ വിലയിരുത്താൻ നാളെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേരും. അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ 2 കുട്ടികൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. 2 പേരുടെയും PCR പരിശോധനാ ഫലം നാളെ പുറത്തുവരും. കണ്ണൂർ തളിപ്പറമ്പിലെ 3.5 വയസ്സുകാരൻ, കോഴിക്കോടെ 4 വയസ്സുകാരൻ എന്നിവരുടെ സ്രവമാണ് പരിശോധനയ്ക്ക് അയച്ചത്. പരിയാരത്ത് നിന്ന് 3 വയസ്സുകാരന്റെ സ്രവം പരിശോധിച്ചപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. ഇവരും രോഗലക്ഷണങ്ങളോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ഡെങ്കിപ്പനി ബാധയിൽ എറണാകുളം ജില്ല. പനിബാധിതരുടെ എണ്ണം ദിനം പ്രതി കൂടുന്നു. ഇന്നലെ മാത്രം പനി ബാധിച്ചത് 400-ലധികം പേർക്ക്. എടത്തല, ഇടപ്പള്ളി, ഫോർട്ട് കൊച്ചി, തമ്മനം ഭാഗങ്ങളിലാണ് രോഗവ്യാപനം കൂടുതൽ. മഴ മാറിയതോടെ പനിക്കാരുടെ എണ്ണത്തിലും വൻ വർധനവ്. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ജില്ലാ ആരോഗ്യ വിഭാഗം. ചികിത്സ വൈകുന്നതും സ്വയം ചികിത്സയും അപകടമുണ്ടാക്കുമെന്നും മുന്നറിയിപ്പ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് താൽക്കാലിക സ്റ്റേ. റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഒരാഴ്ചത്തേക്ക് തടഞ്ഞു ഹൈക്കോടതി. സർക്കാർ അടക്കം എതിർകക്ഷികൾക്ക് നോട്ടീസ്. നടപടി നിർമ്മാതാവ് സജിമോൻ പാറയിലിന്റെ ഹർജിയിൽ. സിനിമാ മേഖലയിലെ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന് വാദം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹർജിക്കാരൻ കക്ഷിയല്ലെന്ന് വിവരാവകാശ കമ്മീഷൻ ഹൈക്കോടതിയിൽ. ഹർജിക്കാരൻ ഹേമ കമ്മീഷന് മുൻപാകെ ഹാജരായിട്ടില്ല. റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ടെന്ന് ഹർജിക്കാരന് എങ്ങനെ പറയാനാകും? ഹർജിക്കാരൻ മറ്റാർക്കോ വേണ്ടി സംസാരിക്കുകയാണെന്നും കമ്മീഷൻ. വിവരാവകാശ കമ്മീഷൻ നടപടി നിയമവിരുദ്ധമെന്നും കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ പൊതു താൽപര്യമില്ലെന്ന് ഹർജിക്കാരൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള സിനിമാ സീരിയൽ രംഗവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോയിരുന്നതായി സജി ചെറിയാൻ. ആവശ്യക്കാരന് റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറാൻ നടപടി സ്വീകരിച്ചിരുന്നു. ഇനി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് വിവരാവകാശ കമ്മീഷൻ എന്നും മന്ത്രി. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്തെന്ന് അറിയില്ലെന്നും അത്ര ഭയപ്പെടേണ്ടതായിട്ട് അതിലൊന്നുമില്ലെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ സാംസ്കാരിക മന്ത്രിയുമായ AK ബാലൻ. റിപ്പോർട്ട് പുറത്തുവിടുന്നത് വൈകില്ലെന്നും സർക്കാർ വേണ്ടതെല്ലാം ചെയ്യുമെന്നും AK ബാലൻ. പാലക്കാട് ഡിവിഷൻ വിഭജനമില്ലെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിലെ 35 സ്റ്റേഷൻ അമുദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കും. കേരളത്തിന് 3011 കോടി റെയിൽവേ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി. കെട്ടിട
നിർമ്മാണ പെർമിറ്റ് ഫീസുകളും വസ്തുനികുതിയും കുറച്ച് സംസ്ഥാന സർക്കാർ കെട്ടിട നിർമ്മാണ അപേക്ഷാ ഫീസും പെർമിറ്റ് ഫീസും സ്ക്രൂട്ടിനി ഫീസും പകുതിയായി കുറച്ചു. സർക്കാർ നടപ്പാക്കിയത് CPIM ആവശ്യപ്പെട്ട തിരുത്തലെന്ന വിശദീകരണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണം പെർമിറ്റ് ഫീസ് കൂട്ടിയതാണെന്ന് കരുതുന്നില്ലെന്ന് മന്ത്രി MB രാജേഷ്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ബജറ്റിൽ തഴഞ്ഞെന്നാരോപിച്ച് പാർലമെന്റിൽ ഇന്ത്യ സഖ്യകക്ഷികളുടെ പ്രതിഷേധം. കേന്ദ്ര ബജറ്റിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പരിഗണന വേണമെന്ന ആവശ്യം. പ്രതിഷേധത്തിന് നേതൃത്വം നൽകി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. പ്ലക്കാർഡുകളുമായി പ്രതിഷേധിച്ച കേരളത്തിൽ നിന്നുള്ള MPമാർ. ബജറ്റ് ചർച്ചയ്ക്കിടെ പാർലമെന്റിന് അകത്തും പ്രതിഷേധം. രാജ്യസഭയിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. വിവിധ കർഷക സംഘടനകളുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി രാഹുൽ ഗാന്ധി. ചർച്ച നടത്തിയത് പാർലമെന്റിൽ വച്ച്. മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഗ്യാരണ്ടിക്ക് ഉറപ്പു നൽകി കർഷകർക്കായി സ്വകാര്യ ബിൽ അവതരിപ്പിക്കാൻ നീക്കം. കേന്ദ്ര ബജറ്റിൽ നിരാശയുമായി റബ്ബർ കർഷകർ. അടിസ്ഥാന ആവശ്യങ്ങൾ പോലും അവഗണിച്ചെന്ന് വിലയിരുത്തൽ. വളം സബ്സിഡി, പുനർകൃഷി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പുനരാരംഭിക്കാനും തീരുമാനമില്ല. റബ്ബർ ബോർഡിന്റെ പ്രവർത്തനവും മന്ദീഭവിക്കുന്ന നടപടികളെന്നും അവഗണനയിൽ പ്രതിഷേധിക്കാനും തീരുമാനം. ബജറ്റിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബജറ്റ് പ്രസംഗങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളെയും പരാമർശിക്കാൻ കഴിയില്ല. ബജറ്റ് പ്രഖ്യാപനങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ആശങ്കകളെ ബജറ്റ് എങ്ങനെ അഭിസംബോധന ചെയ്തുവെന്ന് കാണാമെന്നും വിശദീകരണം. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറയാൻ കഴിയില്ലെന്ന് ഏറെ നാൾ അധികാരത്തിലിരുന്ന കോൺഗ്രസിന് വ്യക്തമായി അറിയാമെന്നും നിർമ്മല സീതാരാമൻ. MV ഗോവിന്ദന് മറുപടിയുമായി വെള്ളാപ്പള്ളി നടേശൻ. സമുദായം പ്രസക്തമെന്ന CPM തിരിച്ചറിഞ്ഞെങ്കിൽ സന്തോഷം. എന്റെ രക്തം ഇടതുപക്ഷത്തിനൊപ്പം. പാർട്ടി സെക്രട്ടറി പറഞ്ഞില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം അണികൾക്കറിയാം. SNDPയെ ചുവപ്പ് മൂടാനും കാവി മൂടാനും ശ്രമിക്കില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ. സെക്രട്ടേറിയറ്റിൽ ഓഫീസ് സംവിധാനം ഇന്നും തകരാറിൽ. ഫയൽ നീക്കം പ്രതിസന്ധിയിൽ തുടരുന്നു. ഇലക്ട്രോണിക് ഫയൽ നീക്കം നിലച്ചത് ഇന്നലെ മുതൽ. തകരാറിന് കാരണം സാങ്കേതിക പ്രശ്നമെന്ന് NIC. തകരാർ പരിഹരിക്കാൻ തിരുവനന്തപുരം NICക്കൊപ്പം ചേർന്ന് ഡൽഹിയിലെ സംഘവും. കെട്ടിടത്തിന്റെ ഭിത്തിയിൽ ലോറി ഇടിച്ചു കയറിയ അപകടം. തെരുവത്ത് ബസാറിലെ കെട്ടിടത്തിന്റെ ഭിത്തി തകർന്നു വീണ 5 കുട്ടികൾക്ക് ഗുരുതര പരിക്ക്. കുട്ടികൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമായി ചികിത്സയിൽ. അപകടത്തിന് കാരണമായ ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജോലി തട്ടിപ്പിനിരയായ മലയാളികളടക്കം കിർഗിസ്ഥാനിലും കസാക്കിസ്ഥാനിലും കുടുങ്ങിക്കിടക്കുന്നു. തട്ടിപ്പിന് പിന്നിൽ തിരുവനന്തപുരത്തുള്ള സ്കൈടെക് എന്ന സ്ഥാപനം. 3 ദിവസമായി ആഹാരം പോലും ലഭിക്കുന്നില്ലെന്ന് തട്ടിപ്പിനിരയായ വിപിൻ. 5000 രൂപയ്ക്ക് തങ്ങളെ വിറ്റുവെന്നാണ് ഏജന്റ് പറഞ്ഞതെന്നും തട്ടിപ്പിന് പിന്നിൽ കളിയിക്കാവിള സ്വദേശി കനകരാജാണെന്നും വെളിപ്പെടുത്തൽ. കൊല്ലത്ത് തട്ടിപ്പ് നടത്തിയ ഹിന്ദുസ്ഥാൻ അഗ്രി ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ തമിഴ്നാട്ടിലും കോടികളുടെ തട്ടിപ്പ്. കമ്പനി ഉടമ രാം സുദർശന്റെ പേരിൽ മധുര പോലീസ് രജിസ്റ്റർ ചെയ്ത FIRലെ വിവരങ്ങൾ പുറത്ത്. കേരളത്തിലെ തട്ടിപ്പിൽ രാം സുദർശനെതിരെ ഇതുവരെ നടപടിയില്ല. രാം സുദർശൻ വണ്ണാർപേട്ടയിൽ ഉണ്ടായിട്ടും പ്രതിയെ കാണാനില്ലെന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ്. രാം സുദർശനെ കേരളത്തിലെത്തിക്കാൻ സംസ്ഥാന പോലീസ് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് തട്ടിപ്പിനിരയായവർ. കോഴിക്കോട് മുക്കത്ത്
വിദ്യാർത്ഥികൾക്ക് മർദ്ദനം. നീലേശ്വരം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ 3 പേരെ മർദ്ദിച്ചതായി പരാതി. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കെതിരെ മുക്കം പോലീസിൽ പരാതി നൽകി പ്രധാനാധ്യാപിക. കൊച്ചി പള്ളുരുത്തി വെളി മാർക്കറ്റിൽ പുഴുവരിക്കുന്ന മത്സ്യം പിടികൂടി. കൊച്ചി നഗരസഭ ഹെൽത്ത് വിഭാഗം പിടികൂടിയത് 200 കിലോ പഴകിയ മത്സ്യം. പരിശോധനയ്ക്കെത്തിയ നഗരസഭയുടെ ഹെൽത്ത് സ്ക്വാഡിനെ കണ്ടതോടെ മീൻ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട് കച്ചവടക്കാരൻ യൂസഫ്. പഴകിയ മീനുകൾ പഴക്കമില്ലാത്ത മത്സ്യത്തോടൊപ്പം ചെറു കഷ്ണങ്ങളാക്കിയാണ് വിൽപ്പന നടത്തിയിരുന്നതെന്ന് ആരോഗ്യ വിഭാഗം. യൂസഫിനെതിരെ കേസെടുത്ത പോലീസ്. അടുത്ത മാസം പകുതിയോടെ റേഷൻ കടകൾ പൂർണ്ണമായി അടച്ചിട്ട് അനിശ്ചിതകാല സമരത്തിന് റേഷൻ വ്യാപാരികളുടെ നീക്കം. സമരം, വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് റേഷൻ വ്യാപാരികൾ. തിരുവനന്തപുരം മംഗലപുരത്ത് കാട്ടുപോത്തിറങ്ങിയത് തലൈക്കോണം ടെക്നോ സിറ്റിക്ക് സമീപം. കാടുകയറിയ പ്രദേശത്ത് കാട്ടുപന്നികളും ചെന്നായകളും ഇറങ്ങുന്നത് പതിവെന്നും എന്നാൽ കാട്ടുപോത്തിറങ്ങുന്നത് ആദ്യമായെന്നും നാട്ടുകാർ. ശനി ചന്ദ്രഗ്രഹണം എന്ന അപൂർവ ആകാശ പ്രതിഭാസം ഇന്ന് ഇന്ത്യയിലുടനീളം കാണാം. ഈ ജ്യോതിശാസ്ത്ര പ്രതിഭാസം നടക്കുക 18 വർഷത്തിലൊരിക്കൽ. ജൂലൈ 25-ന് പുലർച്ചെ 1:30 ആരംഭിച്ച് പുലർച്ചെ 2:25-നാണ് ശനി ചന്ദ്രഗ്രഹണം അവസാനിക്കുക. സംസ്ഥാനത്ത് നാളെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ട്. വരും ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ്. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇത്തവണ ശ്രീജേഷിനായി സ്വർണം നേടണമെന്ന് ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്. ഇതിഹാസ താരത്തിന് അർഹിക്കുന്ന യാത്രയൊരുപ്പ് ഒരുക്കണമെന്ന് ഇന്ത്യൻ നായകൻ. 2016 ജൂനിയർ ലോകകപ്പ് വിജയത്തിൽ ഉപദേശകനെന്ന നിലയിലെ സാന്നിധ്യം ഓർമ്മിപ്പിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ്. ഇന്ത്യയുടെ ആദ്യ മത്സരം ജൂലൈ 27-ന് ന്യൂസിലാൻഡിനെതിരെ. വനിതാ ഏഷ്യാ കപ്പിൽ മലേഷ്യക്കെതിരെ ബംഗ്ലാദേശിന് 114 റൺസിന്റെ തകർപ്പൻ വിജയം. 191 വിജയലക്ഷ്യം പിന്തുടർന്ന മലേഷ്യക്ക് 77 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 80 റൺസ് എടുത്ത ബംഗ്ലാദേശ് താരം മുർഷിദ ഖാത്തൂൺ കളിയിലെ താരം. T20 പരമ്പരയിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് മുൻതൂക്കമെന്ന് ഇടക്കാല പരിശീലകൻ സനത് ജയസൂര്യ. രോഹിത്തും കോഹ്ലിയും ജഡേജയും വിരമിച്ചതിനാൽ ശ്രീലങ്കയ്ക്ക് മികച്ച പ്രകടനം നടത്താനാകും. കോഹ്ലിയും രോഹിത്തും ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളെന്നും ജയസൂര്യ. പരമ്പരയിലെ ആദ്യ മത്സരം ശനിയാഴ്ച. ഒളിമ്പിക്സ് ഫുട്ബോളിൽ മത്സരത്തിനിടെ റഫറിയോട് സംസാരിക്കാനുള്ള അനുവാദം ക്യാപ്റ്റന് മാത്രം. യൂറോ കപ്പിൽ തുടങ്ങിയ പരിഷ്കാരം ഒളിമ്പിക്സിലും തുടരാൻ ഫിഫ. റഫറിമാരോട് ബഹുമാനത്തോടെ മാത്രമേ ഇടപെടാൻ പാടുള്ളൂവെന്നും ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോ. യൂറോ വിജയാഘോഷത്തിനിടെ വിവാദ പരാമർശം നടത്തിയ സ്പാനിഷ് താരങ്ങൾക്കെതിരെ യുവേഫ അന്വേഷണം. ക്യാപ്റ്റൻ അൽവാരോ മൊറാട്ട, റോഡ്രി എന്നിവർക്കെതിരെ നടപടി. അന്വേഷണം ജിബ്രാൾട്ടർ സ്പെയിനിന്റേതാണെന്ന പ്രസ്താവനയ്ക്കെതിരെ നടപടി. ജിബ്രാൾട്ടർ ഫുട്ബോൾ അസോസിയേഷന്റെ പരാതിയെ തുടർന്ന്. പ്രീസീസൺ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തോൽവി. സ്കോട്ടിഷ് ക്ലബ്ബായ സെൽറ്റിക് ആണ് സിറ്റിയെ പരാജയപ്പെടുത്തിയത്. 3-4 ഗോളുകൾക്കാണ് സെൽറ്റിക്കിന്റെ ജയം. യുവതാരങ്ങളെ അണിനിർത്തിയാണ് സിറ്റി കളിച്ചത്. അടുത്ത മത്സരത്തിൽ AC മിലാനുമായാണ് സിറ്റിയുടെ എതിരാളികൾ.
കീപ്പർ സച്ചിൻ സുരേഷ് തിരിച്ചെത്തുന്നു. പരിക്ക് മാറിയ താരം ഡ്യൂറൻ കപ്പിൽ കളിച്ചേക്കും. തായ്ലൻഡ് പര്യടനം കഴിഞ്ഞു വരുന്ന ടീമിനൊപ്പം ഉടൻ ചേരും. ഡ്യൂറൻ കപ്പ് അടുത്ത മാസം ആദ്യം. ഫ്രഞ്ച് പ്രതിരോധ താരം അലക്സാണ്ടർ കോഫ് കേരള ബ്ലാസ്റ്റേഴ്സിൽ താരവുമായി 1 വർഷത്തെ കരാർ. സീസണിൽ ടീമിലെത്തുന്ന രണ്ടാമത്തെ വിദേശ താരം. ബ്ലാസ്റ്റേഴ്സിലെത്തുന്നത് ഫ്രഞ്ച് ദേശീയ ടീമിനായും കളിച്ച താരം. ടീമിനൊപ്പം ആഘോഷിക്കാൻ കാത്തിരിക്കുന്നുവെന്ന് അലക്സാണ്ടർ. സ്പാനിഷ് താരം ഡേവിഡ് ഡിഹിയ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് തിരികെ എത്തും. 12 വർഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി കളിച്ച ഡിഹിയ കഴിഞ്ഞ സീസൺ അവസാനമാണ് ടീം വിട്ടത്. ഫ്രീ ഏജന്റായ ഡിഹിയ അടുത്ത ആഴ്ച പുതിയ ക്ലബ്ബ് പ്രഖ്യാപിക്കും. സ്വീഡിഷ് യുവ ഗോൾ കീപ്പർ ഫിലിപ്പ് ജോഹൻസണിനായി ചെൽസി രംഗത്ത്. വിയാറലിനെ സമീപിച്ചെന്ന റിപ്പോർട്ട്. ഫിലിപ്പ് വിയാറലുമായി 5 വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചത് കഴിഞ്ഞ മാസം. നടക്കാനിരിക്കുന്ന വിന്റർ ഒളിമ്പിക്സിനും ഫ്രാൻസ് വേദിയാകും. ആൽപ്സ് മേഖലയിൽ മത്സരങ്ങൾ നടത്താൻ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി. അടുത്ത പാരാലിമ്പിക്സും ഫ്രാൻസിൽ. തീരുമാനം സാമ്പത്തിക പിന്തുണയുണ്ടാകുമെന്ന ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഉറപ്പിൽ. ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷയിൽ ഡൽഹി പോലീസിന് നോട്ടീസ് അയച്ച ഡൽഹി ഹൈക്കോടതി ഓഗസ്റ്റ് 29-ന് കേസ് പരിഗണിക്കും. ഇത് 2ാം തവണയാണ് സ്ഥിരം ജാമ്യം തേടിയുള്ള ഖാലിദിന്റെ ഹർജി വിചാരണ കോടതി തള്ളുന്നത്. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് JNU മുൻ വിദ്യാർത്ഥി നേതാവായ ഉമർ ഖാലിദ് കസ്റ്റഡിയിൽ കഴിയുന്നത് 2020 സെപ്റ്റംബർ മുതൽ. നരേന്ദ്രമോദിക്ക് മുന്നറിയിപ്പുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം എതിരാളികളെ ലക്ഷ്യം വയ്ക്കുന്നത് തുടർന്നാൽ മോദി ഒറ്റപ്പെടുമെന്ന് സ്റ്റാലിൻ. ബജറ്റ് ഭരണത്തെ രക്ഷിക്കും, പക്ഷേ രാജ്യത്തെ രക്ഷിക്കില്ല. സർക്കാരിനെ വസ്തുനിഷ്ഠമായി നയിക്കണമെന്നും സ്റ്റാലിൻ. യുപിയിലെ സർക്കാർ സ്കൂളുകളിൽ പുതിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ. ക്ലാസ്സിനകത്ത് ചെരുപ്പ് ധരിക്കരുത്. അധ്യാപികയെ ദീദി എന്നും അധ്യാപകനെ ഗുരുജി എന്നും വിളിക്കണം. സ്കൂളിനുള്ളിൽ നമസ്തേ, ജയ് ഹിന്ദ് എന്നിവ ഉപയോഗിച്ച് അഭിവാദ്യം ചെയ്യണം. സ്കൂൾ ജീവനക്കാർ ജീൻസും ടീഷർട്ടും ധരിക്കാതെ പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രങ്ങൾ ധരിക്കണം. ഈ നിർദ്ദേശങ്ങൾ പ്രൈമറി സർക്കാർ സ്കൂളുകളിൽ ശുചിത്വം പാലിക്കാൻ സഹായിക്കും. കുട്ടികളിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ മഹത്വം വളർത്തുമെന്നും വാദം. മമതാ ബാനർജി ഒഴികെ ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർ നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കില്ല. തീരുമാനം ബജറ്റിലെ അവഗണനയിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കില്ല. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷകളിലെ ക്രമക്കേടുകൾ എന്നിവ തടയാൻ ബിൽ പാസാക്കി ബിഹാർ. ബിഹാർ പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ബിൽ അവതരിപ്പിച്ച സംസ്ഥാന പാർലമെന്ററി കാര്യ മന്ത്രി വിജയ് കുമാർ ചൌധരി. കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ 10 വർഷം വരെ തടവും 1 കോടി രൂപ പിഴയും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതും ഉൾപ്പെടുത്തി ബില്ലിൽ കർശന വ്യവസ്ഥകൾ. ഡൽഹിയിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചത് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിലേഷ് റായ്. നിലേഷിന് വൈദ്യുതാഘാതമേറ്റത് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി നടക്കാനായി സമീപത്തെ ഇരുമ്പ് ഗേറ്റിൽ പിടിച്ചപ്പോൾ. അപകട കാരണം കേടായ മോട്ടോർ വയറിംഗിൽ നിന്നുള്ള കറണ്ട് ചോർച്ച. സംഭവത്തിൽ കേസെടുത്ത പോലീസ്. പ്രണയാഭ്യർത്ഥന നിരസിച്ചു ട്യൂഷൻ ടീച്ചറുടെ വീട്ടിലേക്ക് 2 ദിവസത്തിനുള്ളിൽ 80ഓളം ടാക്സി കാറുകളും 100ഓളം പാഴ്സലുകളും അയച്ച് 17കാരൻ.
പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനും പോലീസിൽ പരാതി നൽകിയതിന്റെയും പ്രതികാരത്തിലാണ് ഇങ്ങനെ ചെയ്തത് എന്ന കുട്ടി ചെന്നൈയിലാണ് ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ വഴി ശല്യപ്പെടുത്തിയ 17-കാരൻ സൈബർ ക്രൈം പോലീസിന്റെ പിടിയിലായത്. ഓൺലൈനായി വിവാഹം കഴിച്ചയാളെ കാണാൻ വ്യാജരേഖ ചമച്ച് യുവതി. മഹാരാഷ്ട്ര താനെ സ്വദേശിനി സനം റൂഖ് ഖാനാണ് ഓൺലൈനായി വിവാഹം കഴിച്ച പാകിസ്ഥാനിയെ കാണാൻ വ്യാജരേഖകൾ സൃഷ്ടിച്ചത്. വിസ നേടുന്നതിന് നഗ്മ എന്ന വ്യാജ പേരും ആധാർ കാർഡും ഉൾപ്പെടെയുള്ള തെറ്റായ രേഖകൾ ഉപയോഗിച്ചെന്ന് അധികൃതർ. എന്നാൽ പേര് 2015 തന്നെ മാറ്റിയതെന്ന് യുവതി. പോലീസ് നിരീക്ഷണത്തിൽ യുവതി തുടരും. ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി യുവതിയുടെ കഴുത്തറുത്ത യുവാവ്. സംഭവം ബംഗളൂരു കോരമംഗലയിൽ. കൊല്ലപ്പെട്ടത് ബീഹാർ സ്വദേശി കൃതികുമാരി. കൊലപാതകത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല. യുവതിയുമായി പരിചയമുള്ളയാളാണ് കുറ്റം ചെയ്തത് എന്ന സംശയം. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ പോലീസ്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി സൊമാറ്റോ ഡെലിവറി ജീവനക്കാരന്റെ റൂം ടൂർ. പ്രഞ്ജോയ് ബോർഗോയാരി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയാണ് ശ്രദ്ധ നേടിയത്. മുംബൈയിൽ 500 രൂപ മാസവാടകയ്ക്ക് താമസിക്കുന്നത് ഇടുങ്ങിയ സ്ഥലത്തെങ്കിലും അതിൽ സന്തോഷം കണ്ടെത്തുന്ന പ്രഞ്ജോയുടെ മനോഭാവത്തെ അഭിനന്ദിച്ച് കാഴ്ചക്കാർ. ഡൽഹി ദ്വാരകയിൽ സ്പൈഡർമാൻ വേഷം ധരിച്ച് കാർ ബോണറ്റിലിരുന്ന അഭ്യാസം. പരാതിയിൽ അഭ്യാസികളെ അറസ്റ്റ് ചെയ്ത് ഡൽഹി ട്രാഫിക് പോലീസ്. അറസ്റ്റിലായത് ആദിത്യ, കാർ ഓടിച്ച ഗൗരവ് സിംഗ് എന്നിവർ. അപകടകരമായ ഡ്രൈവിംഗ്, മലിനീകരണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനമോടിക്കൽ, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനമോടിക്കൽ എന്നീ കുറ്റങ്ങൾക്കും കേസ്. പുതുക്കിയ നീറ്റ് പട്ടിക ഉടൻ പുറത്തുവിടുമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ. തീരുമാനം സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവേശന നടപടികളിൽ കാലതാമസമുണ്ടാകുമെന്ന ആശങ്ക. റദ്ദാക്കുന്നത് 4 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ 5 മാർക്ക് വീതം. ത്രിപുരയിലെ 70% തദ്ദേശ സീറ്റുകളിലും BJPക്ക് എതിരില്ലാത്ത വിജയം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി അസിത് കുമാർ ദാസ് ആണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. 6889 സീറ്റുകളിൽ BJP എതിരില്ലാതെ വിജയിച്ചത് 4805 സീറ്റുകളിൽ. ഭൂരിപക്ഷം സീറ്റുകളിലും CPIM-നും കോൺഗ്രസിനും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഗുജറാത്തിൽ 3 നില കെട്ടിടം തകർന്ന് 3 പേർ മരിച്ചു. 5 പേരെ രക്ഷപ്പെടുത്തി. കെട്ടിടം തകർന്നത് കനത്ത മഴയെ തുടർന്ന്. സംഭവം ദേവഭൂമി ദ്വാരക ജില്ലയിൽ. സൗരാഷ്ട്ര തെക്കൻ ജില്ലകളിൽ മഴ ശക്തം. ബംഗ്ലാദേശ് പ്രക്ഷോഭത്തിൽ ഇരയായവർക്ക് അഭയം നൽകാൻ തയ്യാറാണെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. പ്രസ്താവനയിൽ പ്രതികരിച്ച് ബംഗ്ലാദേശിലെ നിസ്സഹായരായ ജനതയെ സ്വീകരിക്കുമെന്ന തരത്തിലുള്ള വാഗ്ദാനം ആശയക്കുഴപ്പമുണ്ടാക്കുന്നതെന്ന് വ്യക്തമാക്കി ബംഗ്ലാദേശ്. കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി ബംഗ്ലാദേശ്. മമതയുടെ പ്രസ്താവന ബംഗ്ലാദേശിലെ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ. ഇത് രാജ്യത്തിന്റെ ഭരണഘടനാ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി രാജ്ഭവനും മമതാ ബാനർജിക്ക് നോട്ടീസ് അയച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രസ്താവനയിൽ റിപ്പോർട്ട് തേടി ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ്. കേന്ദ്രത്തിന്റെ അധികാര പരിധിയിൽ മുഖ്യമന്ത്രി കൈകടത്തരുത്. ഇത്തരം പരസ്യ പ്രസ്താവന മുഖ്യമന്ത്രി നടത്തുന്നത് ഗുരുതരമായ നിയമലംഘനം. ഭരണഘടനാപരമായ ഔചിത്യങ്ങൾ അവഗണിച്ച് ഇത്തരമൊരു പൊതുപ്രഖ്യാപനം നടത്തിയതിൽ മമത റിപ്പോർട്ട് നൽകണമെന്നും CV ആനന്ദ് ബോസ്. ഗാസയിൽ ഇടക്കാല ദേശീയ സർക്കാർ ഉണ്ടാക്കാൻ ബെയ്ജിംഗിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായെന്ന് ചൈന. ഹമാസും ഫത്തായും അടക്കം 14 സംഘടനകൾ ഭിന്നതകൾ മാറ്റിവെച്ചു. ഇതോടെ യുദ്ധത്തിനു ശേഷം ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിന് തിരിച്ചടി.
വൈറസുകളുടെ സാന്നിധ്യമുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന. സ്ഥിതി തുടർന്നാൽ യുദ്ധത്തിൽ മരിച്ചതിനേക്കാൾ ആളുകൾ പകർച്ചവ്യാധി മൂലം മരിക്കുമെന്നും മുന്നറിയിപ്പ്. ഗാസയിൽ കണ്ടെത്തിയത് ടൈപ്പ് 2 പോളിയോ വൈറസുകൾ. പുതിയ വിമാനങ്ങൾ വാങ്ങാൻ ഖത്തർ എയർവേസ്. 20 ബോയിംഗ് 7779 വിമാനങ്ങൾ വാങ്ങാൻ അമേരിക്കൻ വിമാന കമ്പനിയുമായി ധാരണയിലെത്തി. തീരുമാനമായത് ബ്രിട്ടനിൽ നടന്ന ഫാൻബറോ എയർ ഷോയിൽ വെച്ച്. HIV മരുന്നിന് സമാനമായ പുതിയ വാക്സിനുമായി യുഎസിലെ ശാസ്ത്രജ്ഞർ. $40,000 വിലയുള്ള HIV മരുന്നിന് സമാനമായ വാക്സിൻ വെറും $40 കൊണ്ട് നിർമ്മിക്കാമെന്ന് കണ്ടെത്തൽ. US ഫാർമസ്യൂട്ടിക്കൽ ഭീമന്മാരായ ഹിലയാദ് വികസിപ്പിച്ചെടുത്ത ആന്റി റിട്രോവൈറൽ വാക്സിൻ പ്രതിരോധത്തിലെ നാഴികക്കല്ലായി മാറുമെന്ന വിലയിരുത്തൽ. ട്രാൻസ് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന പ്രത്യേകതരം വൈറസ് ബാധിച്ചാണ് തനിക്ക് മകനെ നഷ്ടപ്പെട്ടതെന്ന് ടെസ്ല CEO ഇലോൺ മസ്ക്. കനേഡിയൻ മനഃശാസ്ത്രജ്ഞനും യാഥാസ്ഥികവാദിയുമായ ജോർദാൻ പീറ്റേഴ്സണുമായി നടത്തിയ ടെലിവിഷൻ സംവാദത്തിലാണ് ഇലോൺ മസ്കിന്റെ വിവാദ പ്രസ്താവന. ട്രാൻസ്ജെൻഡറായ മകളെക്കുറിച്ച് സംസാരിക്കവേ ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ തനിക്ക് മകനെ നഷ്ടപ്പെട്ടുവെന്നും മകൻ കൊല്ലപ്പെട്ടു എന്നുമാണ് മസ്ക് പറഞ്ഞത്. സക്കർബർഗിനെ അഭിനന്ദിച്ച ഇലോൺ മസ്ക് പ്രശംസ. മെറ്റയുടെ ഏറ്റവും പുതിയ AI മോഡലായ ലാമ 3.1 പുറത്തിറങ്ങിയതിനു ശേഷം ലാമ 3.1 ഓപ്പൺ എയുടെ ChatGPT-4നേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതും പൊതുജനങ്ങൾക്ക് സൗജന്യമായി ഉപയോഗിക്കാവുന്നതും. മാർക്ക് സക്കർബർഗ് പ്രശംസ അർഹിക്കുന്നുവെന്നും മസ്കിന്റെ എക്സ് പോസ്റ്റ്. അപൂർവ സംഭവത്തിൽ അമ്പരന്ന ആളുകൾ. 2011 MV1 എന്ന ചിഹ്നഗ്രഹം ഭൂമിക്കരികിലേക്ക് നീങ്ങുന്നുവെന്ന് നാസ. 380 അടി ഉയരമുള്ള ചിഹ്നഗ്രഹം മണിക്കൂറിൽ 29,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കും. ജൂലൈ 25-ന് ഭൂമിക്കരികിലൂടെ പോകുമെങ്കിലും ഭീഷണിയില്ലെന്ന് നാസ. ചിഹ്നഗ്രഹത്തെ നിരീക്ഷിച്ച് നാസയുടെ സെന്റർ ഫോർ നിയർ എർത്ത് ഒബ്ജക്ട് സ്റ്റഡീസ്. പവർ വോയിസ് അസിസ്റ്റന്റോടെ റിയൽമി വാച്ച് S2 വരുന്നു. വാച്ച് ജൂലൈ 30-ന് റിയൽമി 13 Pro 5G സീരീസിനൊപ്പം ഇന്ത്യയിൽ അവതരിപ്പിക്കും. ജൂലൈ 19 മുതൽ പ്രീ ഓർഡർ ചെയ്യാം. ലോകരാജ്യങ്ങൾക്കിടയിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടിക പുറത്തുവിട്ടു. പട്ടികയിൽ ഇന്ത്യ 82-ാം സ്ഥാനത്ത്. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ കൂടാതെ സന്ദർശിക്കാനാവുക 58 രാജ്യങ്ങൾ. 195 രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം വാഗ്ദാനം ചെയ്യുന്ന സിംഗപ്പൂരാണ് സൂചികയിൽ ഒന്നാമത്. പട്ടികയിൽ അവസാന സ്ഥാനം 26 രാജ്യങ്ങളിലേക്ക് മാത്രം വിസരഹിത പ്രവേശനം നൽകുന്ന അഫ്ഗാനിസ്ഥാന്. ഹെൻലി പാസ്പോർട്ട് സൂചികയുടെ റാങ്കിനാധാരം എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ ഡേറ്റ. ക്രാഷ് ടെസ്റ്റിൽ മികവ് പുലർത്തി ടാറ്റയുടെ കർവ് ഐസ് ഇലക്ട്രിക് മോഡലുകൾ. മികവ് പുലർത്തിയത് ഗ്ലോബൽ, എൻക്യാപ്, ഇന്ത്യ എൻക്യാപ് എന്നിവയ്ക്ക് കീഴിൽ നടത്തിയ ടെസ്റ്റിൽ ഇരു മോഡലുകളും നേടിയത് 5 സ്റ്റാർ റേറ്റിംഗ്. ഇരു വണ്ടികളും വിപണിയിലെത്തുന്നത് ഓഗസ്റ്റ് 7-ന്. ഉയർന്ന റേറ്റിംഗ് നേടിയതോടെ ടാറ്റയുടെ സഫാരി, ഹാരിയർ, നെക്സോൺ EV, പഞ്ച് EV എന്നിവയുടെ നിരക്കിലേക്ക് കർവും എത്തും. ഇലക്ട്രിക് SUV ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങി മാരുതി സുസുക്കി. SUV എത്തുന്നത് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റവുമായി. ഒറ്റ ചാർജിൽ 500 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുമെന്ന് കമ്പനി. മോഡൽ ഇന്ത്യയിലെത്തുന്നത് ഓട്ടോ എക്സ്പോ 2023-ലും ടോക്കിയോ മോട്ടോർ ഷോയിലും പ്രദർശിപ്പിച്ചതിന് പിന്നാലെ. ഇന്ത്യയിലെ ഔദ്യോഗികമായ ലോഞ്ച് പിന്നീട് പ്രഖ്യാപിക്കും.
സൗദിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് താൽപര്യമേറുന്നു. ഇന്ധന ചെലവ് വർധനയും പരിപാലന സൗകര്യവും കുറഞ്ഞ മലിനീകരണവുമാണ് ഇലക്ട്രിക് വാഹനങ്ങളോടുള്ള താൽപര്യക്കൂടുതലിന് കാരണമെന്ന റിപ്പോർട്ട്. യുഎസിനെയും ചൈനയും അപേക്ഷിച്ച് സൗദിയിൽ EV വിപണി ചെറുതെങ്കിലും വിൽപ്പന മുൻ വർഷങ്ങളെക്കാൾ 3 ഇരട്ടി ഉയർന്നതായി സൗദി ബിസിനസ് വാർത്താ ഏജൻസിയായ അൽ ഇഖ്തിസാദിയ. ഇന്ത്യയിൽ വിൽപ്പന ആരംഭിച്ച് പുത്തൻ BMW 5 സീരീസ് അവതരിപ്പിച്ചത് BMW-വിന്റെ ഇന്ത്യയിലെ രണ്ടാമത്തെ LWB മോഡൽ. വണ്ടി എത്തുന്നത് ഓപ്ഷണൽ ഡ്യുവൽ സ്ക്രീൻ റിയർ എന്റർടൈൻമെന്റ് സിസ്റ്റം, സമഗ്രമായ ADAS സ്യൂട്ട്, iDrive റോട്ടറി കൺട്രോളർ, വ്യത്യസ്ത ഡ്രൈവ് മോഡ് സംവിധാനങ്ങളുമായി. ഇതോടൊപ്പം മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയും 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും 3 എഞ്ചിനുകൾക്കും സ്റ്റാൻഡേർഡായി ലഭ്യമാക്കുമെന്നും കമ്പനി. ഫോൾഡബിൾ ഫോൺ വിപണിയിൽ ഇറങ്ങി ഐഫോൺ ഫ്ലിപ്പ് ഫോൺ എത്തുന്നത് സാംസങ് ഗാലക്സി Z ഫ്ലിപ്പിന് സമാനമായ ഡിസൈനിൽ. ഫോൾഡബിൾ ഫോണിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കാനായി ആപ്പിൾ ഏഷ്യൻ കമ്പനികളെ സമീപിക്കുന്നതായി റിപ്പോർട്ട്. ഐഫോൺ ഫ്ലിപ്പിന്റെ ഇന്റർണൽ കോഡിംഗ് V68 എന്നും വിവരം. ബ്യൂട്ടി സെയിൽ 4ാം പതിപ്പ് ജൂലൈ 25 മുതൽ 29 വരെ. ലോറിയൽ പാരീസിന്റെ ബ്യൂട്ടി സെയിലിൽ മികച്ച ബ്രാൻഡുകളുടെ ട്രെൻഡിംഗ് സ്കിൻ കെയർ ഉൽപ്പന്നങ്ങളാണ് ആകർഷകമായ വിലയിൽ ലഭ്യമാകുന്നത്. 250ഓളം ലോകോത്തര ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ 60% വരെ കിഴിവിൽ ലഭ്യമാകും. പ്രൈം അംഗങ്ങൾക്ക് എക്സ്ക്ലൂസീവ് കൂപ്പണുകൾക്കൊപ്പം 10% വരെ അധിക കിഴിവ് എന്നിവ ഉൾപ്പെടെ 8000-ലധികം ഡീലുകളും ലഭിക്കും. സാംസങ് ഗാലക്സി ഫോൾഡ് 6, ഗാലക്സി സൈഡ് ഫ്ലിപ്പ് 6 എന്നിവയുടെ വിൽപ്പന ആരംഭിച്ചു. ഇതോടൊപ്പം സാംസങ് ഗാലക്സി വാച്ച് അൾട്ര, ഗാലക്സി വാച്ച് 7, ഗാലക്സി ബഡ്സ് 3, ബഡ്സ് 3 പ്രോ, ട്രൂ വയർലെസ് സ്റ്റീരിയോ എന്നിവയുടെ വിൽപ്പനയും ആരംഭിച്ചു. 1,64,999 രൂപയാണ് ഗാലക്സി സൈഡ് ഫോൾഡ് 6ന്റെ വില. 12GB പ്ലസ് 512GB വേരിയന്റിന് 1,76,999 രൂപയും 12GB പ്ലസ് 1TB വേരിയന്റിന് 2,999 രൂപയുമാണ് വില. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അംഗങ്ങൾക്ക് നൽകുന്ന സാധനങ്ങൾക്കും സേവനത്തിനും GST ബാധകമെന്ന് ഹൈക്കോടതി. കേന്ദ്ര GST വിഭാഗം നൽകിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ IMA സ്വത്ത് വിവരങ്ങൾ കൈമാറണമെന്നും നിർദ്ദേശം. IMA നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ GST വിഭാഗം മൂല്യനിർണ്ണയം പൂർത്തിയാക്കണമെന്നും ഹർജിക്കാർ ഇതുമായി സഹകരിക്കണമെന്നും കോടതി. അതുവരെ കർശന നടപടികൾ ഉണ്ടാകരുതെന്ന ഇടക്കാല ഉത്തരവ് തുടരുമെന്നും ഹൈക്കോടതി. ആയിരക്കണക്കിന് വവ്വാലുകളുടെ സാന്നിധ്യം കൊണ്ട് ആശങ്കയിലായി പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി നിവാസികൾ. 10,000-കണക്കിന് വവ്വാലുകൾ ചേക്കേറിയത് നെടുംപ്രയാർ തേവലശ്ശേരി ക്ഷേത്രത്തിന് സമീപം പമ്പയാറിനോട് ചേർന്നുള്ള പ്രദേശത്തെ കിണറുകളിലും വീട്ടുമുറ്റത്തുമെല്ലാം വവ്വാലുകളുടെ വിസർജ്യ വസ്തുക്കൾ. നിപ പശ്ചാത്തലത്തിൽ കളക്ടർക്ക് പരാതി നൽകി നാട്ടുകാർ. DMO പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ. പാലക്കാട് വടക്കാഞ്ചേരിയിൽ ലോറി തടഞ്ഞ പോത്തുകളെ മോഷ്ടിച്ചു. സിനിമാ സ്റ്റൈൽ മോഷണം നടന്നത് ആന്ധ്രയിൽ നിന്ന് കോട്ടയത്തേക്ക് പോയ ലോറിയിൽ നിന്ന്. കന്നുകാലിയെ ഇറക്കിയ ശേഷം വാഹനം വഴിയിൽ ഉപേക്ഷിച്ച് മോഷ്ടാക്കൾ. ഇടുക്കി കാന്തല്ലൂർ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം തമ്പടിച്ചത് മറയൂർ കാന്തല്ലൂർ റോഡിൽ കീഴാന്തൂർ LP സ്കൂളിന് സമീപത്തെ റിസോർട്ടിൽ. രാത്രി കൃഷിയിടങ്ങൾ നശിപ്പിച്ച കാട്ടാനകൾ റിസോർട്ടിന്റെ ഗേറ്റ് തകർത്ത് പുറത്തു കടന്നു. കാന്തല്ലൂരിൽ വിളയിക്കുന്ന ശീതകാല പച്ചക്കറി തോട്ടങ്ങളിൽ ഭൂരിഭാഗവും കാട്ടാനകൾ നശിപ്പിക്കുന്നത് പതിവാണെന്നും കർഷകർ.
പത്തനംതിട്ട കോന്നി കല്ലേലി എസ്റ്റേറ്റിൽ വീണ്ടും കാട്ടാനക്കൂട്ടത്തെ കണ്ടത് തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് സമീപം തുടർച്ചയായുള്ള കാട്ടാന ശല്യം മൂലം ഭീതിയിൽ നിന്ന പ്രദേശവാസികൾ വനാതിർത്തി പങ്കിടുന്ന മേഖലയായതിനാലും എസ്റ്റേറ്റിൽ കൈത കൃഷി ചെയ്യുന്നതിനാലും കാട്ടാന ശല്യം രൂക്ഷമാണെന്നും പ്രദേശവാസികൾ. പത്തനംതിട്ട കൂടലിൽ പുലി സാന്നിധ്യം. കൂടലിഞ്ചപ്പാറയിൽ രാക്ഷസൻ പാറയ്ക്ക് സമീപമാണ് പുലിയെ കണ്ടെത്തിയത്. കോന്നി സ്ട്രൈക്കിംഗ് ഫോഴ്സും പാടം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തെത്തി ക്യാമറ സ്ഥാപിച്ചു. വർഷങ്ങളായി വന്യമൃഗശല്യം രൂക്ഷമായതിനാൽ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ. കട്ടപ്പനയിൽ നീലക്കുറിഞ്ഞി വസന്തം. കല്യാണത്തണ്ട് മലനിരകളിൽ പൂവിട്ട നീലക്കുറിഞ്ഞി പൂത്തുലഞ്ഞത് മലനിരകൾ. നീലവസന്തം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. കല്യാണത്തണ്ട് മലനിരകൾ സമുദ്രനിരപ്പിൽ നിന്ന് 1500 അടി ഉയരത്തിൽ. ഇടുക്കി ജലാശയത്തിന്റെ പശ്ചാത്തലത്തിലെ നീലക്കുറിഞ്ഞി നീലവസന്തം സഞ്ചാരികൾക്ക് അതിമനോഹര കാഴ്ചയൊരുക്കുന്നു. KPCC ഓഫീസിലെ കൂടോത്ര വിവാദത്തിൽ കേസെടുക്കാനാവില്ലെന്ന് പോലീസ്. കൂടോത്രം വച്ചതിന് തെളിവില്ല. സുധാകരൻ പരാതി നൽകിയെങ്കിൽ മാത്രമേ തുടരന്വേഷണം നടത്താനാകൂ. പരാതിയില്ലാത്തതിനാൽ പ്രാഥമിക അന്വേഷണം അവസാനിപ്പിച്ച് തിരുവനന്തപുരം മ്യൂസിയം പോലീസ്. കോട്ടയം കൊല്ലാട് കളത്തൽ കടവിൽ ആറ്റിൽ കുളിക്കാനിറങ്ങിയ ഓട്ടോ ഡ്രൈവർ മുങ്ങി മരിച്ചത് കൊല്ലാട് സ്വദേശി ഷിജി. ഇന്നലെ വൈകിട്ട് കുളിക്കാനിറങ്ങിയ ഷിജി ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വയനാട് വാളത്തൂർ ചീരമട്ടത്തെ ക്വാറിയുടെ പ്രവർത്തനം തടയണമെന്ന ആവശ്യവുമായി ടി സിദ്ദിഖ് MLA. ക്വാറിയുടെ പ്രവർത്തനം നിരവധി വീടുകൾക്കും സമീപത്തെ കുടിവെള്ള ടാങ്കറിനുമടക്കം ഭീഷണി. റെഡ് സോൺ പരിധിയിൽപ്പെട്ട പ്രദേശത്തെ ക്വാറിയുടെ പ്രവർത്തനത്തിനെതിരെ പ്രാദേശികമായി വലിയ പ്രതിഷേധം. അടിയന്തര ഇടപെടൽ തേടി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് ടി സിദ്ദിഖ്. തൃശൂരിൽ ജ്വല്ലറി സ്ഥാപനത്തിലെ ജീവനക്കാരെ കുത്തി പരിക്കേൽപ്പിച്ച് സ്വർണം കവർന്നു. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തിരുവനന്തപുരം സ്വദേശികളായ പ്രതികളെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. കവർച്ചാ സംഘങ്ങളെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചെന്നും ഇവർ നിരീക്ഷണത്തിലുണ്ടെന്നും പോലീസ്. കസ്റ്റഡിയിലുള്ള പ്രതി രഞ്ജിത്തിനെ ഇന്ന് ചോദ്യം ചെയ്യും. മദ്യപാന നിയന്ത്രണം കർശനമാക്കിയതോടെ KSRTC ബസ് ഇടിച്ചുള്ള അപകടങ്ങളിൽ ഗണ്യമായ കുറവുണ്ടായെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ. 15 ആഴ്ച മുൻപ് KSRTC ഇടിച്ച് ഇപ്പോഴത് 0 കുറഞ്ഞുവെന്നും ഗണേഷ് കുമാർ. മറ്റ് അപകടങ്ങളും കുറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി. തിരുവനന്തപുരം നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ K ഗണേഷ് കുമാറിന് സസ്പെൻഷൻ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തിയതിന്. പോത്തെ സ്വർണ്ണ മഹാൽ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് നടപ്പാക്കാൻ ഹെൽത്ത് സ്ക്വാഡ് നേരിട്ട് വിവരമറിയിച്ചിട്ടും ഗണേഷ് കുമാർ സ്ഥലത്ത് ഹാജരായില്ലെന്ന പരാതി. ഹെൽത്ത് ഓഫീസറുടെ റിപ്പോർട്ടിൽ നടപടിക്ക് നിർദ്ദേശം നൽകി മേയർ ആര്യ രാജേന്ദ്രൻ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ആധാർ എടുക്കുന്നതിന് ക്യാമ്പയിൻ. ആധാർ എടുക്കാനും പുതുക്കാനും ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടാമെന്നും www.swdkerala@gmail.com വെബ്സൈറ്റ് സന്ദർശിക്കാമെന്നും ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ. കർഷക അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ച കൃഷി വകുപ്പ്. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്ഥാപനത്തിനുള്ള അവാർഡ്. മികച്ച കാർഷിക ഗവേഷണത്തിന് നൽകുന്ന MS സ്വാമിനാഥൻ അവാർഡ്. കൃഷി വകുപ്പിന്റെ പ്രത്യേക പദ്ധതികൾ മികവോടെ നടപ്പാക്കിയ കൃഷിഭവനുള്ള പുരസ്കാരം. കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ള അവാർഡ് എന്നിവയടക്കം ഇത്തവണ നൽകുന്നത് 41 അവാർഡുകൾ. അതത് കൃഷിഭവനുകളിൽ അപേക്ഷ നൽകേണ്ട അവസാന തീയതി ജൂലൈ 25.
പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് ചിക്കൻ ബിരിയാണി വിളമ്പിയതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിയിൽ. ഹർജി പരിഗണിക്കുക ജൂലൈ 29-ന്. ആചാര ലംഘനമടക്കം ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചത് വിശ്വാസികൾ. സിനിമാ ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടത്തിൽ സ്റ്റണ്ട്മാൻ ഏഴുമല അന്തരിച്ചതിനെ തുടർന്ന് ചെന്നൈയിൽ നാളെ നോ ഷൂട്ട് ഡേ. ഏഴുമലയുടെ വിയോഗത്തിൽ അനുശോചിച്ചാണ് ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് സൗത്ത് ഇന്ത്യയുടെ ഈ തീരുമാനം. സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയായ ബോളിവുഡ് ചിത്രം കിൽ OTT-യിലെത്തി. എന്നാൽ ചിത്രം ഇന്ത്യയിൽ കാണാനാകില്ല. നിലവിൽ കിൽ OTT-യിൽ കാണാനാവുക US-ലെയും UK-ലെയും പ്രേക്ഷകർക്ക് മാത്രം. തമിഴിലെ 2 വമ്പൻ ചിത്രങ്ങൾ കേരളത്തിലെത്തിക്കാൻ ഗോകുലം മൂവീസ് വിക്രം നായകനാകുന്ന തങ്കലാൻ സൂര്യയുടെ കങ്കുവ എന്നീ സിനിമകളുടെ കേരളത്തിലെ വിതരണാവകാശമാണ് ഗോകുലം ഗോപാലന്റെ ഗോകുലം മൂവീസ് സ്വന്തമാക്കിയത്. ലഡ്കിയുമായി ഗോപി സുന്ദർ. റാഫി തിരക്കഥ എഴുതി ഓഗസ്റ്റ് 9-ന് തിയേറ്ററുകളിലെത്തുന്ന താനാരയിലെ 2ാമത്തെ ഗാനം പുറത്തിറങ്ങി. ഗാനം റിലീസ് ചെയ്ത നടി മഞ്ജു വാര്യർ. ദൃശ്യമികവോടെ റിലീസിനൊരുങ്ങുന്ന ദേവദൂതനിലെ സൂപ്പർ ഹിറ്റ് ഗാനം റിലീസ് ചെയ്തു. എന്തൊരു മഹാനുഭാവലു എന്ന ഗാനമാണ് റിലീസ് ചെയ്തത്.